ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് എല്ലാ ഗുണഭോക്താക്കളെയും നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൊഫൈലിൽ ഒരു മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ടാവും. എന്നാൽ പിന്നീട് ഈ ഒരു മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതെ വരികയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഈ ഒരു മൊബൈൽ നമ്പർ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ഈ ഒരു മൊബൈൽ നമ്പർ മാറ്റി പുതിയൊരു നമ്പർ എങ്ങനെയാണ് ചേർക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഗുണഭോക്താക്കളുടെയും രജിസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഗുണഭോക്താക്കളുടെയും മൊബൈൽ നമ്പർ നമുക്ക് ഇത്തരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് മൊബൈൽ നമ്പർ മാറ്റം വരുത്തേണ്ട ഗുണഭോക്താവിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും മൊബൈൽ നമ്പർ മാറ്റം വരുത്തേണ്ട ഗുണഭോക്താവിൻ്റെ പേരിൽ തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നിലവിലുള്ള മൊബൈൽ നമ്പർ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് മാറ്റം വരുത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ പുതുക്കി നൽകുന്നതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മൊബൈൽ നമ്പർ ചേർക്കുന്നതിനുള്ള ഒരു കോളം ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗുണഭോക്താവിൻ്റെ പുതിയ മൊബൈൽ നമ്പർ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലൊരു പ്രോസസ്സിംഗ് സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. അല്പസമയത്തിനുള്ളിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP വരും. ആ ഒരു OTP കൃത്യമായിട്ട് ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലൊരു സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കും. തുടർന്ന് ചുവടെയുള്ള ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗുണഭോക്താവിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ നമ്മൾ പുതുതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.